നിങ്ങളൊരു പുതിയ ക്ലിനിക്ക് തുടങ്ങി, പക്ഷേ പ്രതീക്ഷ എത്ര പേഷ്യൻ്റ് വരുന്നില്ലല്ലേ? നമ്മുടെ കോളേജിൽ എന്താണ് ബിസിനസ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് ഡെന്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് ബിസിനസ്, ഇങ്ങനത്തെ ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു പുതിയ ഡോക്ടറും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ പേഷ്യൻറ്റിനെ ക്ലിനിക്കിൽ എത്തിക്കാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ബെസ്റ്റ് ഫുഡ് നിയർ മീ, അല്ലെങ്കിൽ ടോപ്പ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുമല്ലോ. ഇതാണ് ഈ ലോക്കൽ SEO എന്ന് പറഞ്ഞാൽ. അപ്പം ബെസ്റ്റ് ഡെന്റൽ ക്ലിനിക് നിയർ മീ എന്ന് അടിക്കുമ്പോൾ നിങ്ങളുടെ ക്ലിനിക്ക് ഏറ്റവും ടോപ്പിലായി വരുന്ന രീതിയിൽ SEO നിങ്ങൾ മാനേജ് ചെയ്യണം. ഇനി രണ്ടാമതായിട്ട് പേഷ്യൻറ്റിൻ്റെ ട്രസ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആദ്യമായിട്ടൊരു പേഷ്യൻറ്റ് ക്ലിനിക്കിൽ വരുമ്പോൾ ആ പേഷ്യൻറ്റിനോട് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാനും അതിൻ്റെ ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പകരം അവരുടെ ഭയം എന്താണോ അല്ലെങ്കിൽ അവരുടെ കൺഫ്യൂഷൻ എന്താണോ ഇത് വ്യക്തമായി ചോദിച്ച് അതിന് ക്ലാരിഫൈ കൊടുക്കാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അങ്ങനെ ഒരു സംതൃപ്തനായ പേഷ്യൻ്റാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസിഡർ. പിന്നെ മൂന്നാമതായിട്ട് സോഷ്യൽ മീഡിയ സാന്നിധ്യമാണ്. മിനിമം നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതേപോലെ ഗൂഗിൾ മൈ ബിസിനസ്, ഇത്രയും പ്ലാറ്റ്ഫോമിൽ നിർബന്ധമായിട്ട് നമ്മുടെ ക്ലിനിക്കിൻ്റെ ഡീറ്റെയിൽസും ഡാറ്റകളും ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് പിക്ചേഴ്സ് മാത്രം ഇടാണ്ട് നമ്മൾ ക്ലിനിക്കിൻ്റെ കൾച്ചറും ക്ലിനിക്കിൻ്റെ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ പേഷ്യൻസിന് ആവശ്യമുള്ള അവയർനെസ്സും ഇങ്ങനത്തെ വീഡിയോസ് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ക്ലിനിക്കിലോട്ട് പേഷ്യൻറ്റിനെ എത്തിക്കാൻ യൂസ് ചെയ്യുന്ന മാർഗം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഐ എം ഡോക്ടർ നിഹാൽ, ഡെന്റൽ CEO, കേരള.